ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ചു. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, എന്താണ് സന്ദർശന ഉദ്ദേശം? എപ്പോഴായിരുന്നു ഇത്? മധു, സന്ദർശനം തുടരുകയാണ്. അതായത് ആഭ്യന്തരമന്ത്രിയായ ശേഷം രമേശ് ചെന്നിത്തല ജില്ലയിൽ ആദ്യമായിട്ട് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെയുള്ള മത നേതാക്കന്മാരൊക്കെ തന്നെ കാണുകയാണ്. ആദ്യം സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയാണ്. 7:15 ആരംഭിച്ച കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുന്നു. അതിനുശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കൂടി സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഓപ്പറേഷൻ തൂഫാൻ അതിനുള്ള പിന്തുണ എല്ലാവരിൽ നിന്ന് നേടുക കൂടിയാണ് ഈ സന്ദർശന ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാന്റെ ബാഡ്ജ് ഈ മത നേതാക്കൾ കൂടി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം സിനോജ് തോമസ് പരിപാടി. സമസ്തയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും PMC അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമോ എന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. സമസ്ത വലിയ എതിർപ്പ് കഴിഞ്ഞ ദിവസവും അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിന് ലക്ഷ്യമെന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പിന്തുണ തേടുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ജില്ലയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ മറ്റ് UDF-ന്റെ നേതാക്കളൊക്കെ തന്നെയുണ്ട്. ജില്ലയിൽ നിന്നുള്ള MLA-മാരൊക്കെ തന്നെയുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ബാഡ്ജ് അദ്ദേഹത്തിന് കൈമാറും. അതാണ് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറിന് കൈമാറി അത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ആ ബാഡ്ജ് അദ്ദേഹത്തിൽ ധരിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് ഓപ്പറേഷൻ തൂഫാന്റെ പൂർണ്ണ പിന്തുണ തേടുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ ലക്ഷ്യം. ഇത് കഴിഞ്ഞ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കൂടി അദ്ദേഹം സന്ദർശിക്കും. ജില്ലാതല ഉദ്ഘാടനം കുന്നമംഗലം സ്കൂളിലാണ് നടക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം സ്കൂൾ കുട്ടികൾക്ക് മുൻപിൽ വെച്ച് തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ പരിപാടി നടത്താൻ വേണ്ടി പോവുകയാണ്. ജില്ലയിൽ ആദ്യമായിട്ടാണ് ആഭ്യന്തരമന്ത്രിയായ ശേഷം രമേശ് ചെന്നിത്തല എത്തുന്നത്. ആദ്യം ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് സന്ദർശിക്കുന്നത്. ഏതായാലും ഓപ്പറേഷൻ തൂഫാന്റെ പൂർണ്ണ പിന്തുണ എല്ലാവരിൽ നിന്ന് തേടുകയാണ് ലക്ഷ്യം. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതിയായി മാറുകയാണ്. അതിന്റെ ബാഡ്ജ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അണിയിച്ചിരിക്കുന്നു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിന്തുണ തേടുകയാണ്. സാമുദായിക നേതാക്കളിൽ നിന്നൊക്കെ പിന്തുണ തേടുകയാണ്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാനർ കൂടി ഉയർത്തി കാണിക്കുകയാണ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ഈ സ്ക്രീനിൽ തത്സമയം കാണാം. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പിന്തുണ തേടാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് എത്തുന്നു. ആ ബാനർ ഇരുവരും ചേർന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ബാഡ്ജാണ് നേരത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വസ്ത്രത്തിലേക്ക് ആഭ്യന്തരമന്ത്രി നേരിട്ട് അത് ചാർത്തിക്കൊടുത്തതും നമ്മൾ കണ്ടു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ MK രാഘവൻ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ സമസ്ത മേഖലകളിൽ നിന്നുമുള്ള നേതാക്കളുടെയോ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മനുഷ്യരുടെയോ ഒക്കെ പിന്തുണയോടുകൂടി ഈ പരിപാടി, ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആവശ്യം. കാരണം അത്രയേറെ നമ്മുടെ സമൂഹത്തെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മയക്കുമരുന്നിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. അതിന്റെ വേരെറുക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലായിടത്തു നിന്നും പിന്തുണയുണ്ടാകണം. നമുക്കൊരു